അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പോൾ നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് എന്നും ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്നൊരു ബോഗൺവില്ല വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചെടികളൊക്കെ കണ്ടില്ലേ വല്ലാത്തൊരവസ്ഥയിലാണ്. ഓരോരുത്തീന്ന് ഒഴിച്ച് ഞാഞ്ഞ് വേറൊരുത്തിൽ വെക്കും, അങ്ങനെ മാറ്റി മാറ്റി വെച്ച് എല്ലാം ഒരു വല്ലാത്തൊരവസ്ഥയിലുണ്ട് കണ്ടോ. അടീനിയൊക്കെ നമ്മൾ പോകണ്ടില്ല, അടീനികളൊക്കെ നമ്മൾ അപ്പുറത്തുനിന്നൊക്കെ മാറ്റി ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഓരോ പണി നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചെല്ലാം നമ്മളെ മൊണാലിസൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. ഒരു ബോഗൺവില്ല ഉണ്ടല്ലോ, ഈ ഒരു 3 പ്ലാന്റുകൾ ഒരു സെലിബ്രിറ്റീൻ്റെതാണ് കേട്ടോ. അതാരതാണ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ പറയാം കേട്ടോ. ഇത് ഒരു പൈസ തന്ന് റെഡിയാക്കി വെച്ച പ്ലാന്റുകളാണ്, നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതിന് പൂക്കളായിട്ട് കൊടുക്കുമ്പോഴാണല്ലോ കൂടുതൽ ഒരു സന്തോഷം നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൂക്കളാകാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഹെൽത്തി ആക്കി എങ്ങനെ എടുത്തത് എന്നൊക്കെ ഉള്ളത് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് മറ്റൊരു വിശേഷം. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന വീഡിയോ ആണല്ലോ ചെയ്തത്. ഇത് നമ്മൾ ലെയർ ചെയ്ത് എടുത്തൊരു ചാമ്പയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു നല്ല ഹെൽത്തിയായ മുട്ടുകളുണ്ട്, ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കായ്കൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ കായ്കൾ വേറെ ഉണ്ട്. ഈ മരം ഇതേ വലുപ്പത്തിൽ നമ്മൾ ലെയർ ചെയ്തെടുത്തതാണ് കേട്ടോ. മരടൊക്കെ കണ്ടില്ലേ. അപ്പോൾ ലെയർ ചെയ്തെടുത്ത തൈയാണെങ്കിലും നല്ല ഹെൽത്തിയായ നല്ല വലിയൊരു മരം പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇതേ വലുപ്പത്തിൽ തന്നെ ഉള്ളത് നമ്മൾ മരത്തുമെന്ന് ഒരു ലൈനിൻ്റെ ചോട്ടിലായിരുന്നു ഈ മരം വരുന്നത്. അപ്പോൾ അതുമെന്ന് നമ്മൾ ലെയർ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ മെരടൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഇതേ വണ്ണത്തിൽ തന്നെയുള്ള ഇതുപോലെ തന്നെ നല്ല രസമല്ലേ. വലിയൊരു മരം നമ്മളെ ചെടി ചട്ടിയിലിങ്ങനെ, ഇതൊരു ബക്കറ്റിലാണ് കേട്ടോ വെച്ചത്. ഇതിൻ്റെ പേരൊന്നും അല്ല കേട്ടോ, ചാമ്പക്കൻ്റെ പേരല്ല. ഇതിൽ അന്ന എന്ന് പറഞ്ഞ ആപ്പിളിൻ്റെ തൈയായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിപ്പോയപ്പോൾ അതിലേക്ക് വെച്ചെടുത്തതാണ്. അപ്പോൾ ഈ ലെയറിങ് ഒക്കെ വളരെ എളുപ്പമുള്ള ഒരു സംഭവം തന്നെയാണ്. ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലും നമ്മൾ ചെയ്ത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതുപോലെ തന്നെ ഒരു ചിക്കുമരത്തിൻ്റെ നമ്മൾ ചെയ്തൊക്കെ അതും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ലെയർ ചെയ്താന്ന് ഇതാണ് കേട്ടോ നമ്മൾ ചിക്കുമരം ലെയർ ചെയ്ത് വെച്ചത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ തെഴുപ്പൊക്കെ വന്ന് ഉഷാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതേ വണ്ണത്തിലുള്ളപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടിപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തൊക്കെ നോക്കി അറിയാം എത്ര അയക്കുന്നുള്ള. ഇപ്പോൾ ആ തെഴുപ്പൊക്കെ വന്ന് അന്ന് ഇമ്മൽ കായൊക്കെ ഉണ്ടായിരുന്നു, ഇലയും കായും ഒക്കെ കൊഴിഞ്ഞു പോയി. ഇത് നമ്മൾ ആദ്യം ഇമ്മൽ ഉണ്ടായിരുന്ന ഒരല്ല, ലാസ്റ്റ് അതുകൂടി കൊഴിഞ്ഞു. അപ്പോൾ ഇതിന് ഉഷാറാവും കേട്ടോ, ഉഷാറായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.